നമസ്കാരം സുഹൃത്തുക്കളെ. बड़ी खबर इस वक्त की दिल्ली पुलिस ने राहुल गांधी की मांग मान ली है। बड़ी खबर इस वक्त की यह है, पैलेट गन केस में एफआईआर दर्ज करने को तैयार हो गई है पुलिस। राहुल गांधी की एक और जीत. നിങ്ങൾ കേട്ടത് ഗോദി മീഡിയ ABP ന്യൂസിന്റെ ബ്രേക്കിംഗ് ന്യൂസ് ആണ്. ഈ ന്യൂസ് ആവേശത്തോടെ വായിക്കുന്ന ആങ്കർ ഏറ്റവും നാണം കെട്ട മോദിയുടെ ഷൂ നക്കുന്നവരിൽ ഒരാളായ ചിത്ര ത്രിപാഠിയാണ്. അവർ പറഞ്ഞത് ഈ സമയത്തെ വലിയ വാർത്ത, ഡൽഹി പോലീസ് രാഹുൽ ഗാന്ധിയുടെ ആവശ്യം അംഗീകരിച്ചു. ഈ സമയത്ത് വലിയ വാർത്ത, പെല്ലറ്റ് ഗൺ കേസിൽ FIR രജിസ്റ്റർ ചെയ്യുന്നതിന് പോലീസ് തയ്യാറായി. രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു വലിയ വിജയം. ഗോദി മീഡിയയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. ഈ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി സമരത്തിന്റെ സമയത്ത് വിദ്യാർത്ഥികൾ മുഴക്കിയ മുദ്രാവാക്യമാണ് 56 ഇഞ്ച് നീളമുള്ള കുട്ടിക്കുരങ്ങൻ. കുട്ടി നരേന്ദ്രൻ 56 ഇഞ്ച് ചുരുങ്ങിപ്പോയിരിക്കുന്നു. രാഹുൽ ഗാന്ധി മോദിയെയും അമിത്ഷായെയും മുട്ടുകൊത്തിച്ചു. ഇക്ഷ ഇണ്ണ ഇറ വരപ്പിച്ചു. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും മറ്റു കോൺഗ്രസ് നേതാക്കളുടെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും 8 മണിക്കൂർ നീണ്ട ഉപരോധത്തെ തുടർന്ന് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച വിദ്യാർത്ഥിയെ വെടിവെച്ച് മാരകമായ പരിക്കേൽപ്പിച്ചതിൽ പോലീസിനെതിരെ FIR സമർപ്പിക്കാൻ എത്തിയ വിദ്യാർത്ഥിയുടെ പരാതി സ്വീകരിച്ച് FIR രജിസ്റ്റർ ചെയ്യാൻ അമിത്ഷായുടെ പോലീസ് നിർബന്ധിതരായി. രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ മോദിയും കൂട്ടരും മുട്ടുമടക്കുന്ന ഇക്കാര്യങ്ങൾ വ്യക്തമായി കാണുകയും മനസ്സിലാക്കുകയും ചെയ്യാം. ഈ ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആദ്യം ഒരു ദൃശ്യം കണ്ടുകൊണ്ട് തുടങ്ങാം. नरेंद्र मोदी डाउन 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 अमित शाह हाय हाय अमित शाह शर्म करो शर्म नहीं तो डूब मरो हर जोर जुल्म की टक्कर में हमारा नारा है. ഇവിടെ രാഹുൽ ഗാന്ധി കഴിക്കുന്നത് എന്താണ് എന്നറിയാമോ? മോദിയുടെയും അമിട്ടിന്റെയും അഹങ്കാരത്തെ കടിച്ചു പറിച്ച് തിന്നുകയാണ് അദ്ദേഹം. 8 മണിക്കൂർ നീണ്ട ഉപരോധത്തിന് ശേഷം അമിട്ടിന്റെ ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് ഡൽഹി പോലീസിന് അനുമതി ലഭിച്ചു FIR രജിസ്റ്റർ ചെയ്യാൻ. അതിനെ തുടർന്ന് മാത്രമാണ് സ്വതന്ത്രമായി ഇരിക്കേണ്ട പോലീസ്, പരാതി ലഭിച്ചാൽ FIR രജിസ്റ്റർ ചെയ്യേണ്ട പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. രാഹുൽ ഗാന്ധിയും സാഹിലും പ്രിയങ്ക ഗാന്ധിയും വക്കീലും ചേർന്ന് FIR രജിസ്റ്റർ ചെയ്തത് മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്ന ദൃശ്യങ്ങളാണ് ഇത്. അതിനുശേഷം രാഹുൽ ഗാന്ധി ആ വിദ്യാർത്ഥിയോട് സംസാരിക്കാൻ ആവശ്യപ്പെടുകയാണ്. അദ്ദേഹം പിന്നിലേക്ക് മാറി നിന്ന് മുന്നിൽ വിദ്യാർത്ഥിയെ നിർത്തി സംസാരിപ്പിക്കുകയാണ്. അങ്ങനെയാണ് വിവേകമുള്ള ആളുകൾ ചെയ്യുന്നത്. ആ വിദ്യാർത്ഥിയുടെ വാക്കുകൾ കേൾക്കാം. ആദ്യം തന്നെ എൻ്റെ പേര് സാഹിൽ ലോച്ച എന്നാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. ജാട്ട് സമുദായത്തിൽപ്പെട്ടയാളാണ്. അതിനാൽ എനിക്കെതിരെ തെറ്റായ പ്രചാരണങ്ങളൊന്നും നടത്തരുത്. അതോടൊപ്പം ഇവിടെ 8 മണിക്കൂറോളം ഇരുന്ന് എൻ്റെ പരാതി രജിസ്റ്റർ ചെയ്യിപ്പിച്ച പ്രതിപക്ഷ നേതാവിനോട് ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. യാതൊരു മാധ്യമ ശ്രദ്ധയുമില്ലാതെ കഴിഞ്ഞ 1 മാസമായി അദ്ദേഹത്തിൻ്റെ ടീം എന്നോട് എന്നും ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. തുടർച്ചയായി ഓരോ ദിവസവും അദ്ദേഹം എന്നെ വിളിച്ച് എൻ്റെ ആരോഗ്യ വിവരങ്ങൾ അന്വേഷിക്കാറുണ്ടായിരുന്നു. ഇതെല്ലാം മാധ്യമങ്ങളുടെ യാതൊരു ശ്രദ്ധയുമില്ലാതെയാണ് നടന്നത്. ക്യാമറകൾക്ക് മുന്നിൽ വരാൻ യാതൊരു പദ്ധതിയും ഉണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുമായി സംസാരിച്ച് എൻ്റെ ആരോഗ്യ വിവരങ്ങൾ അറിയിച്ചപ്പോൾ എൻ്റെ FIR പോലീസ് രജിസ്റ്റർ ചെയ്യുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു. പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു, നാളെ കാണാം, നാളെ ഞാൻ വന്ന് നിങ്ങളുടെ FIR രജിസ്റ്റർ ചെയ്യിപ്പിക്കാം. എന്നെ സഹായിച്ചതിന് ഞാൻ അദ്ദേഹത്തോട് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഇത് നീതിയുടെ വിജയമാണ്. നീതിയിലേക്കുള്ള എൻ്റെ ആദ്യത്തെ ചുവടുവയ്പ്പാണ് ഈ FIR. എന്നാൽ പ്രതിപക്ഷ നേതാവ് ഒപ്പമുണ്ടായിട്ടും ഒരു പരാതി രജിസ്റ്റർ ചെയ്യാൻ 8 മണിക്കൂർ എടുത്തു എന്നത് എന്നെ സന്തോഷത്തോടൊപ്പം ഏറെ ദുഃഖിപ്പിക്കുകയും ചെയ്യുന്നു. ഞാൻ തന്നെ അതിന് തെളിവായി നിൽക്കുമ്പോഴും എൻ്റെ ശരീരത്തിൽ 200-ലധികം പെല്ലറ്റുകൾ ഉണ്ടായിരുന്നിട്ടും 8 മണിക്കൂറിന് ശേഷമാണ് എൻ്റെ FIR രജിസ്റ്റർ ചെയ്തത്. പ്രതിപക്ഷ നേതാവ് കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ FIR പോലീസുകാർ രജിസ്റ്റർ ചെയ്യില്ലായിരുന്നു. ഇന്ത്യയിലെ ഓരോ വിദ്യാർത്ഥിയോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് വിശ്വാസമുണ്ടാകണം.
ഇന്ത്യയിൽ ഇങ്ങനെയൊരു ജനനായകൻ ഉള്ളിടത്തോളം നിങ്ങളുടെ ശബ്ദത്തെ ആർക്കും അടിച്ചമർത്താൻ കഴിയില്ല. എന്നെ ഏറെ സഹായിച്ച എയിംസിലെ ഡോക്ടർമാർക്കും ഞാൻ നന്ദി പറയുന്നു. ഞാൻ അവരുടെ അടുത്ത് പോകുമ്പോഴെല്ലാം അവർ പറയുമായിരുന്നു, വി ആർ പ്രൗഡ് ഓഫ് യു, ഞങ്ങൾക്ക് നിന്നെ ഓർത്ത് അഭിമാനമുണ്ട് എന്ന്. അത് കേൾക്കുമ്പോൾ എൻ്റെ ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിക്കുമായിരുന്നു. അതിനാൽ ഞാൻ അവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. ഓർക്കണം, ഈ വിദ്യാർത്ഥി തുറന്നു പറയുകയാണ്, രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരു നേതാവ് ഉള്ളപ്പോൾ ആരും ഒന്നും ഭയപ്പെടേണ്ട എന്ന്. അതുപോലെ അദ്ദേഹത്തിന് പറയേണ്ട ഗതികേട് വന്നിരിക്കുകയാണ്, സാഹിൽ എന്ന പേരുള്ള ഞാൻ ഹിന്ദു ജാട്ടാണ് എന്ന്. അത്തരത്തിലാണ് മോദിയും കൂട്ടരും ഇന്ത്യയെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്ന് ഓർക്കണം. പിന്നീട് രാഹുൽ ഗാന്ധി ആ വിദ്യാർത്ഥിയുടെ വക്കീൽ സ്വാതിയോട് സംസാരിക്കാൻ ആവശ്യപ്പെടുകയാണ്. എന്നാൽ വക്കീൽ തനിക്ക് സംസാരിക്കേണ്ട എന്ന് പറയുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ അമ്മയോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നു. അമ്മയുടെ വാക്കുകൾ കേട്ടുകൊള്ളൂ. അവർ പറയുന്നത്, ഞങ്ങളെ ഇത്രയധികം സഹായിച്ചതിന് രാഹുൽ ഗാന്ധിക്ക് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ 8 മണിക്കൂറോളമായി ഇവിടെ ഇരിക്കുകയാണ്. ഇദ്ദേഹം ഉണ്ടായിരുന്നില്ലെങ്കിൽ അവർ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി ഓടിച്ചേനെ. അഭിഭാഷകയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു, ഇവരും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഇതിനിടയിൽ രാഹുൽ ഗാന്ധി ഇടപെട്ട് ഇവരാണ് ജോലി ചെയ്തത് എന്ന് സ്വാതിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു. അതെ, ഇവർ പ്രവർത്തിച്ചു. ഞങ്ങൾ 14-ാം തീയതി മുതൽ നടക്കുകയാണ്. 14-ാം തീയതി ഞങ്ങളെ 4 സ്റ്റേഷനുകളിലേക്ക് കയറ്റി അയച്ചു. അതിനുശേഷം ക്രൈംബ്രാഞ്ചിലേക്ക് അയച്ചു. ഇവർ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. എന്നിട്ടും ഞങ്ങളുടെ FIR എടുത്തില്ല. എന്നാൽ ഇന്ന് ഇദ്ദേഹം രാഹുൽ ഗാന്ധി വന്നപ്പോഴാണ് ചെയ്തത്. അതിനുശേഷം രാഹുൽ ഗാന്ധി അമിത്ഷാ എത്രത്തോളമാണ് ഈ FIR രജിസ്റ്റർ ചെയ്യാതിരിക്കാൻ പെടാപ്പാട് പെട്ടത് എന്ന് വ്യക്തമാക്കുകയാണ്. നോക്കൂ, ഇപ്പോൾ ഒരു തുടക്കം മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് നീതി ലഭിക്കുന്നതിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ്പാണ്. കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് വെടിയേറ്റിട്ട് ആകെ എത്ര ദിവസമായി? ജൂലൈ 20-നായിരുന്നു സംഭവിക്കുന്നത്. ഇന്ന് 1 മാസമായി. 1 മാസം തികഞ്ഞു. ശരീരത്തിൽ പെല്ലറ്റുകളുണ്ട്. 3 പെല്ലറ്റുകൾ കണ്ണിലുണ്ട്. കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല. 3-4 പെല്ലറ്റുകൾ ഹൃദയത്തിന്റെ ഭാഗത്തുണ്ട്. ഒരു യുവാവിനോട് അനീതി കാണിച്ചുവെന്ന് വ്യക്തമായി കാണാം. എന്നിട്ടും ഇന്ന് രാവിലെ 11:30-നാണ് ഞങ്ങൾ ഇവിടെ വന്നത്. കഴിഞ്ഞ 1 മാസമായി ഇവർ നടക്കുകയാണ്. രാവിലെ 11:30 വന്ന ഞങ്ങൾ ഇപ്പോൾ വൈകുന്നേരം 6:30, 6:45 FIR രജിസ്റ്റർ ചെയ്ത് ഇറങ്ങുന്നത്. അപ്പോൾ മാത്രമാണ് FIR ഫയൽ ചെയ്തത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ രാജ്യത്ത് എത്രയോ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു, എത്രയോ കുട്ടികൾ കൊല്ലപ്പെടുന്നു, എത്രയോ ആളുകൾക്ക് വെടിയേൽക്കുന്നു, എത്രയോ ആളുകളുടെ ശരീരത്തിൽ വെടിയുണ്ടകൾ തറയ്ക്കുന്നു. ഇത് ന്യൂഡൽഹിയിലാണ്. ഡൽഹിയുടെ ഒത്ത നടുവിലുള്ള പോലീസ് സ്റ്റേഷനാണിത്. ഇവിടെ നീതി ലഭിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഗ്രാമങ്ങളിലെയോ ചെറിയ നഗരങ്ങളിലെയോ പോലീസ് സ്റ്റേഷനുകളിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഊഹിച്ചു നോക്കൂ. ഞങ്ങൾ ഇവിടെ തെറ്റായ ഒന്നും ചെയ്തിട്ടില്ല. ഒരു ഇന്ത്യൻ പൗരന് വേണ്ടി, അവന്റെ അമ്മയ്ക്കും അച്ഛനും വേണ്ടി നീതി മാത്രമാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അതിനുവേണ്ടി 8 മണിക്കൂറുകൾ എടുത്തു. ഏറ്റവും രസകരമായ കാര്യം എന്തെന്നാൽ ഇതിനുള്ള അവസാന അനുമതിയും അനുവാദവും ആഭ്യന്തര സെക്രട്ടറിയും അമിത്ഷായും നൽകേണ്ടി വന്നു. അതിനുശേഷമാണ് അവർ ഇവിടെ FIR നൽകിയത്. അപ്പോൾ ആരാണ് ഈ FIR തടഞ്ഞു വെച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. പാവം പോലീസുകാർക്ക് FIR എടുക്കണം എന്ന് തന്നെ ഉണ്ടായിരുന്നു. അവിടുത്തെ ഉദ്യോഗസ്ഥർക്കും ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്നാൽ മുകളിൽ നിന്ന് നീതിക്ക് തടസ്സം നിൽക്കുകയായിരുന്നു. അതിനുശേഷം വക്കീലും നന്ദി പറയുകയാണ്. അങ്ങനെ 56 ഇഞ്ച് നീളമുള്ള കുട്ടിക്കുരങ്ങിനെയും ചാണക്യനെന്ന് അവകാശപ്പെടുന്ന അമിട്ടിനെയും തെരുവിൽ നേരിട്ടിറങ്ങി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുട്ടുകുത്തിച്ചിരിക്കുകയാണ്. ഇത് ഒരു തുടക്കം മാത്രമാണ്. ഗോദി മീഡിയകൾ പോലും രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു വലിയ വിജയമെന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?